ഹായ്, നമുക്കിന്ന് മാർച്ച് മാസത്തിലെ റോസിൻ്റെ പരിചരണത്തെക്കുറിച്ച് സംസാരിച്ചാലോ? അതെ, മാർച്ച് മാസം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു പേടിക്കുന്ന മാസമാണല്ലേ. ഒരുപാട് ചൂട് തുടങ്ങുന്ന സമയമാണ് മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂട് കൂടുതലുള്ള സമയത്ത് റോസ് എല്ലാം നശിച്ചു പോവും, റോസിനൊക്കെ ഭയങ്കര പ്രോബ്ലം ആണ് എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെയൊന്നല്ല കേട്ടോ. റോസുകൾക്ക് വേനൽ ഇഷ്ടമാണ്, വെയിൽ ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാവോ, ഏറ്റവും നന്നായിട്ട് റോസുകൾ പൂക്കുന്നത് നല്ല വെയിലത്താണ്. ഏതാണ്ട് 6-8 മണിക്കൂർ ഒരു ദിവസം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് റോസ് നിൽക്കുന്നതെങ്കിൽ നന്നായിട്ട് പൂക്കും, നന്നായിട്ട് പൂക്കൾ തരും. അപ്പോൾ പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തണലത്തൊക്കെ കൊണ്ടുവച്ച് റോസിനെ കെയർ ചെയ്തൊക്കെ വളർത്തുന്നത്. അങ്ങനെ ചെയ്യരുത്. റോസുകളെന്ന് വെച്ചാൽ പൂക്കൾ പിടിക്കാൻ വെയിൽ വേണമെന്നുള്ളതാണ്. വെയിൽ നല്ല ആവശ്യമാണ് എന്നുള്ളതാണ്. നല്ല കളറുള്ള പൂക്കളും നല്ല രസമായിട്ട് നിറച്ച് പൂക്കളും പിടിക്കാൻ സൂര്യപ്രകാശം അത്യാവശ്യമായിട്ടുള്ളൊരു ചെടിയാണ് റോസ്. എന്ന് വെച്ചാൽ തണലത്ത് വെച്ചാൽ റോസ് വളരില്ല എന്നല്ല, റോസ് നന്നായിട്ട് വളരും. പക്ഷേ പൂക്കൾക്ക് ഭംഗിയോ പൂക്കളുടെ അളവോ ഒക്കെ കുറവായിരിക്കും. ഇലകൾ നന്നായിട്ട് വളർന്നു പോകും. അപ്പോൾ എപ്പോഴും റോസ് എന്ന് വെച്ചാൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ വെയിലത്ത് തന്നെ വെച്ച് വളർത്താൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ വേനൽക്കാലം മാർച്ച് മാസമൊക്കെ റോസിന് ഇഷ്ടപ്പെട്ട മാസങ്ങളാണ്. നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ, ഏറ്റവും ഭംഗിയുള്ള പൂക്കൾ നമുക്ക് തരുന്ന ഒരു സമയമാണ് റോസിൻ്റെ ഈ മാർച്ച് മാസം മുതൽ തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോസ് കെയറിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മാർച്ച് ആകുമ്പോൾ എല്ലാവർക്കും അറിയാം ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നവംബർ ജനുവരി ഫെബ്രുവരിയിലൊക്കെ നമ്മുടെ റോസ് കെയറിങ് പറഞ്ഞു തരുമ്പോൾ ദിവസം ഒരു നേരിയ വെള്ളം ഒഴിക്കാനുള്ളൂ. അതും രാവിലെ വെയിൽ ഉദിക്കുന്നതിന് മുന്നേ തന്നെ ഒഴിക്കണം. വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കരുത്. വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഇലകളിൽ തങ്ങി നിൽക്കുകയും രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കാതെ വരികയും ഇലകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം കൊണ്ട് ഇലകൾ പഴുത്തു പോവുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിന് നേരെ തിരിച്ചാണ് കേട്ടോ നമ്മുടെ ഈ വേനൽക്കാലത്ത് രാവിലെയും വൈകുന്നേരവും വെള്ളം നനവ് കൊടുക്കുന്നത് നല്ലതാണ്. ആ ചൂട് കൂടിയൊക്കെ നിൽക്കുന്ന ആ ഒരു കുറയ്ക്കാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ മാർച്ച് മാസത്തിലൊക്കെ ചെടികളൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് പൂക്കൾ തരുന്നൊരു മാസമാണ്. DAP പോലുള്ള വളങ്ങൾ റോസിന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റ് ജൈവ വളങ്ങളൊക്കെ കൊടുക്കാം. കുരുടിപ്പ് പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നതിന് നമുക്ക് ഹോം റെമഡീസ് ഒരുപാടുണ്ട്. അത് ഉപയോഗിക്കാം. നമ്മുടെ വേപ്പിൻ കായ കഷായം ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി കഷായം ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി റോസുകൾ ഈ വേനൽക്കാലത്ത് കിട്ടും.